ഹായ്, നമസ്കാരം. SVR ഉള്ളയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലുമൂട് പ്രശാന്തി എന്ന ശ്മശാനത്തിലാണ്. ഇല്ലാത്തവരായിരുന്നു. ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നവരെല്ലാം ഷാഫി ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും വിലമതിക്കാൻ പറ്റാത്ത സഹായം. ആചാരങ്ങൾ രണ്ടും വ്യത്യസ്തമാണ്. ഇത് ഹിന്ദു ആചാരങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു. എനിക്കൊന്നും അറിയണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം ഇവരൊക്കെ കാണിച്ചു തന്നു, അതേപോലെ ചെയ്തു, മനസ്സറിഞ്ഞ് ചെയ്തു. ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായിട്ടുള്ള ഒരു കാഴ്ച ഇന്നിവിടെ കണ്ടു. അനാഥരായി പോയ ഒരു അച്ഛനും അമ്മയും ചാന്നാങ്കരയുള്ള അവരെ അനാഥാലയത്തിൽ കൊണ്ടുപോയി മുസ്ലിം മതവിഭാഗത്തിൽ ജനിച്ച ഷാഫി എന്ന വ്യക്തി ഒടുവിൽ അവരിൽ ഒരാൾ ഇന്ന് ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഒരമ്മ. ആ അമ്മയ്ക്ക് ഹിന്ദു ആചാരപ്രകാരം നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം യുവാവ് കർമ്മങ്ങൾ ചെയ്ത് അവരുടെ ആഗ്രഹപ്രകാരം അവർക്ക് അന്ത്യയാത്ര നൽകിയ ഒരു കാഴ്ച കണ്ടു. നിങ്ങൾ കൂടി അതിൻ്റെ വിശേഷങ്ങൾ അറിയണം. പല തരത്തിൽ മനുഷ്യരെ വേർതിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ട ചില കാഴ്ചകളാണ്, അറിഞ്ഞിരിക്കേണ്ടവരാണ്. അനാഥരാക്കപ്പെട്ട മനുഷ്യരെ സനാഥരാക്കുന്ന ചിലർ നമ്മുടെ ഇടങ്ങളിലുണ്ട്. അതിലൊരാളെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഷാഫിയെ. സ്വാഗതം ഷാഫി. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ കേട്ട ഒരു നല്ലൊരു മാതൃകയാണ്. അതായത് അനാഥരാക്കപ്പെട്ടു, ആരോരുമില്ലാത്ത അച്ഛനും അമ്മമാണ്. അവരെ കൊണ്ടുപോയി ഒരു അനാഥാലയത്തിലാക്കുന്നു, സംരക്ഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ മരണപ്പെടുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടി അന്ത്യകർമ്മം ചെയ്യുന്നു. എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിപ്പെട്ടത്? ഞാനൊരു 4-5 വർഷത്തിന് മുമ്പ് ഈ പഞ്ചായത്ത് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പൂപ്പൻ്റെ മുമ്പേ വീട്ടിലോട്ടൊക്കെ പോകുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ അവിടെ ചെന്നപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഫുഡാണ് കൊടുക്കുന്നത്. അത് എനിക്ക് മനസ്സിലായവർക്ക് പിന്നെ അത് ഹൃദയത്തിൻ്റെ പറഞ്ഞുള്ള ഒരു ഫുഡ് ഞാൻ ആദ്യം വെച്ച് ഈ അപ്പൂപ്പനും അമ്മയ്ക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു 1.5 വർഷം വരെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ അപ്പൂപ്പനെ അമ്മൂമ്മ പെട്ടെന്ന് അവിടെ കണ്ടില്ലായിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നിട്ട് ഈ ചാന്നാങ്കര റേഷൻ കടന്ന് നിഷാദക്കായും അവരുടെ ഫാമിലിയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 15 ദിവസം വരെ ഐക്കായും ഇത്തായും കൂടെ നല്ല രീതിയിൽ നോക്കുകയും 15 ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് അഡ്മിറ്റായി 15 ദിവസം കൂടെ കിടന്ന് അത് കഴിഞ്ഞ് അവിടെ നിന്ന് വിട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയൊരു വാടക വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിഷാദക്ക ഞാനും നിഷാദക്കയുടെ നല്ലൊരു സുഹൃത്തുക്കളാണ്. നിഷാദക്ക എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് സംസാരിക്കുകയും അങ്ങനെ ഞാനും നിഷാദക്കയും കൂടെ ആ വീട്ടിൽ പോവുകയും ആ വീട്ടിൽ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഞാനും പുള്ളിയും കൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് നമുക്ക് പിന്നെ പോകാനും ദിവസങ്ങളോളം അവിടെ പോയി അമ്മ ഒരു ദിവസം 2-3 പ്രാവശ്യം നോക്കുന്നവർ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ, മനുഷ്യരല്ലേ. നമുക്ക് ഒരുപാട് ജോലിയും കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഗൾഫിലും കൂടെ ആയിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് നിഷാദക്കായി ഞാനും കൂടെ ചേർന്ന് അവർ ഫാമിലിയും കൂടെ ചേർന്നിട്ട് ഇവരെ തുമ്പ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു, ഒരു വൃദ്ധസാധനം. അപ്പോൾ അവിടെ ഈ അമ്മൂമ്മയെ അഡ്മിറ്റാക്കാൻ വിളിച്ചെന്ന് അവിടുത്തെ സിസ്റ്ററിൻ്റെ സംസാരിച്ചപ്പോൾ ഈ അപ്പൂപ്പനെയും കൂടെ അവിടെ എടുത്തായിരുന്നു. പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ 2 ആഴ്ച കൂടപ്പോഴൊക്കെ ഞാൻ അപ്പൂപ്പനെ കാണാനൊക്കെ അവിടെ പോകും. കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തൊക്കെ കൊടുക്കും. പെൻഷനായിരുന്നാലും അത് മേടിക്കാനായിരുന്നാലും പിന്നെ അതുപോലെ ആധാർ കാർഡ് നഷ്ടപ്പെട്ട് അത് ശരിയാക്കി കൊടുക്കാനും പോകും. അപ്പൂപ്പൻ്റെ ഏതൊരു കാര്യത്തിന് ഞാൻ ഓടി അവിടെ ചെല്ലുമായിരുന്നു. അപ്പോഴും അമ്മൂമ്മ ഈ കിടപ്പിലായിരുന്നു. അങ്ങനെ അമ്മൂമ്മ കിടപ്പിലായപ്പോൾ അവിടുത്തെ സിസ്റ്റർമാരൊക്കെ നല്ല സിസ്റ്റർ വെറോണിക്ക മാഡം അവരൊക്കെ നല്ല രീതിയിൽ അവിടുത്തെ സിസ്റ്ററും അവിടുത്തെ ഈ പരിചാരകരും എല്ലാവരും അപ്പൂപ്പനെ അമ്മൂമ്മ നല്ലൊരു നോക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അവർ നല്ല രീതിയിൽ നല്ല മനുഷ്യത്വത്തോടുകൂടി അവർ തന്നെ നോക്കുകയും അവരത്രയും നല്ല രീതിയിൽ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആഴ്ചയിലോ 2 ആഴ്ച കൂടപ്പോഴൊക്കെ പോയി അപ്പൂപ്പയുടെ അമ്മൂമ്മ കാര്യങ്ങൾ തിരക്കുമായിരുന്നു. അങ്ങനെ വേറിക്കൊണ്ടിരിക്കപ്പോഴായിട്ടാണ് ഇപ്പോഴും അമ്മൂമ്മ നമ്മളെ വിട്ടു പോയത്. അപ്പോൾ അമ്മൂമ്മ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അമ്മൂമ്മ ഈ എൻ്റെ ഹിന്ദു ആചാരപ്രകാരം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് അമ്മൂമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ ഞാനൊരു ആവശ്യമായിട്ട് നെയ്യാറ്റിൻകര പോകാൻ വേണ്ടി നെയ്യാറ്റിൻകര എന്നപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ അങ്ങനെ ഓടി ഇവിടെ എത്തി. നെയ്യാറ്റിൻകര പോകാൻ വേണ്ടി തിരുവനന്തപുരത്തോട്ട് എത്തി. അപ്പോഴെന്നെ വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചിവിടെ വന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അല്ല, ഈ ഹിന്ദു കർമ്മങ്ങൾ, മരണാനന്തര കർമ്മങ്ങൾ മുസ്ലിം മതവിഭാഗമായിട്ട് വളരെ വ്യത്യസ്തമായിരുന്നു. അതൊക്കെ അറിയാമായിരുന്നു അതിനെക്കുറിച്ചൊക്കെ? അതൊക്കെ എനിക്കറിയാം. അത് നമ്മളെ മതത്തിൽ ഒരിക്കലും ഇങ്ങനെ പറയുന്നില്ല. മറ്റൊൻ്റെ ഒരു വിഷമം ഘട്ടങ്ങളിൽ അവരെ കൂടെ നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഞാനങ്ങനെ പഠിച്ചിട്ടുള്ളൂ.
അതല്ല ഞാൻ പറഞ്ഞ ആചാരങ്ങൾ രണ്ടും വ്യത്യസ്തമാണ്. ഇത് ഹിന്ദു ആചാരങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു. എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ഇവിടെ വന്നപ്പം ഇവരൊക്കെ കാണിച്ചു തന്നു, അതേപോലെ ചെയ്തു, മനസ്സറിഞ്ഞ് ചെയ്തു. മനസ്സിൽ ആ ഒരു ഇത് വെച്ച് തന്നെ ഞാൻ ചെയ്തത്. ഒരു അമ്മയ്ക്ക് ഒരു മകൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയതാണ്. ആ അമ്മയും എൻ്റെ ഉമ്മയെ പോലെ തന്നെയാണ് കണ്ടത്. ആ കാര്യങ്ങളൊക്കെ പടച്ചവൻ്റെ ഇത് വെച്ച് നല്ല രീതിയിൽ ചെയ്തു. അതെ, ഇത് തന്നിട്ടുണ്ട്. ഒരു ഭാഗം അവൻ്റെ കയ്യിൽ കൊടുന്ന കാലുവിട്ട്. ഓക്കെ, ഉടച്ച് കെട്ടി കെട്ടിയാലും മതി. നമുക്ക് കൊണ്ടുപോകാനുള്ള വേണ്ട വേണ്ട. മതിയെണ്ണ. അപ്പോൾ
ഒരു വലിയ സഹായമാണ് ഷാഫി ചെയ്തത്. എങ്ങനെയാണ് ഷാഫി ജീവിതത്തിലേക്ക് വന്നത്? എനിക്ക് ചോറ് കൊണ്ട് തന്നുകൊണ്ടിരുന്നത് അവിടുന്ന്, പഞ്ചായത്തിലുള്ള ചോറ്, അങ്ങനെയുള്ള പരിചയമാണ്. എങ്ങനെയാണ് പിന്നെ സഹായിച്ചത്? ആരോരും ഇല്ലാത്തവരായിരുന്നു, എങ്ങനെയാണ് പിന്നെ ഷാഫി ഒപ്പം നിന്ന്? അത് ഈ ചോറ് കൊണ്ട് തന്നുള്ള പരിചയം. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോയപ്പോൾ പിന്നെ ചോറൊക്കെ നിന്ന് ഞങ്ങൾ അവിടെ പോയാൽ തുമ്പിയിൽ താമസിച്ചത്, തുമ്പ് പാത്തിമാരിൽ താമസിച്ചു. അപ്പോഴ് പിന്നീട് കാര്യം പറഞ്ഞിരുന്നേ, അങ്ങനെ വന്ന് നമ്മളെ കാണുകയൊക്കെ ചെയ്ത്. എല്ലാത്തരെയും വന്ന് ഷാഫി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒന്നാമത് മക്കളില്ലാത്തവരായിരുന്നു, ഒരു മകന്റെ സ്ഥാനത്ത് നിന്നവരെല്ലാം ഷാഫി ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ സഹായം ഒരിക്കലും വിലമതിക്കാൻ പറ്റാത്ത സഹായം തന്നെ അല്ലേ? വീട്ടിലും ആരും ഇല്ലായിരുന്നു അല്ലേ നിങ്ങൾക്ക്? സ്വന്തമായിട്ട് ബന്ധുക്കളൊക്കെ എന്തായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പണം ഇല്ലായിരുന്നപ്പോൾ എല്ലാവരും അങ്ങ് വരുത്ത്. നമ്മളെ പൈസ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ഉണ്ട്, പൈസ ഇല്ല, എല്ലാവരും പോയി. എന്തായിരുന്നു അന്ന് ചെയ്തിരുന്ന ജോലി? എന്തായിരുന്നു? ഹോട്ടലും ചായക്കടയായിരുന്നു. എവിടെ? കണ്ണംകുളത്ത്. അപ്പോൾ അത് നിർത്തിയതിന് ശേഷം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്. അതോടുകൂടി ബന്ധുക്കളെല്ലാം കൈയൊഴിഞ്ഞു പോയി. അങ്ങനെ പിന്നീട് നിങ്ങൾ രണ്ടുപേരും മാത്രമായി. ഞങ്ങൾ രണ്ടും എവിടെയാ താമസിച്ചുകൊണ്ടിരുന്നത് ഈ അനാഥാലയത്തിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായിട്ട്? ഇവിടുത്തെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെ, വാടക വീട്ടിലായിരുന്നു? വാടക വീട്ടിൽ. എങ്ങനെയാ വാടക കൊടുത്തോണ്ടിരുന്നത്? എനിക്ക് ലോട്ടറി കച്ചവടത്തിന് പോകും, 1000-500 1000 കിട്ടും. അതിൽ നിന്ന് അവർക്ക് കൊടുത്തോണ്ടിരുന്നു. പിന്നീട് അത് വേണ്ട, നമുക്ക് സൈക്കിളില്ല, നടക്കാനും വയ്യ, അങ്ങനെ അങ്ങ് നിർത്തിക്കളഞ്ഞത്. പിന്നെ എന്ത് വരുമാനമാണ് പിന്നെ ഉണ്ടായിരുന്നത്? പിന്നെ വേറെ വരുമാനങ്ങളൊന്നും, പെൻഷൻ മാത്രമേ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും പെൻഷൻ ഉണ്ടായിരുന്നു. അതൊരു പെൻഷൻ. ഇപ്പോൾ ഇന്നിപ്പോൾ ചടങ്ങുകളെല്ലാം ഷാഫി നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ചെയ്തു തന്നില്ല? ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ എല്ലാം ചെയ്തു. കേട്ടില്ലേ ഒരു അനുഭവം? ഈ നന്മ പറ്റാത്ത മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ആ നന്മ നിറഞ്ഞ മനസ്സുകളുടെ ഉടമയാണ് ഷാഫി. ആരോരുമില്ലാത്ത മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അവനവൻ്റെ കാര്യം നോക്കാൻ തന്നെ സമയമില്ല എന്ന രീതിയിൽ ജീവിതത്തിൽ പരക്കപ്പായുന്ന മനുഷ്യർക്കിടയിൽ അവനവൻ്റെ കാലത്ത് ജീവിക്കുന്ന ചിലരുടെ ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തുക അല്ലെങ്കിൽ കൈപിടിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാനുഷിക മൂല്യമാണ്. അതിന് ഒരു വലിയ ഉദാഹരണമാണ് ഈ കണ്ടത്. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ മറ്റുള്ളവർക്ക് തുണയാകാൻ കഴിയും. ആ തുണയാകേണ്ടത് എങ്ങനെ എന്നതിൻ്റെ ഒരു നേർ ഉദാഹരണമാണ് ആരോരുമില്ലാത്ത ഒരു അച്ഛനും അമ്മയ്ക്കും ഷാഫി ഒരു മകനായി മാറുന്ന കാഴ്ച. ഇത് ഈ സമൂഹത്തിന് ഒരു മാതൃകയായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രശാന്തിയിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ഇവിടുത്തെ ഒരു ജീവനക്കാരനും സുഹൃത്തുമായിട്ടുള്ള വ്യക്തി അറിയിച്ച സന്ദർഭത്തിൽ തന്നെ അത് ജനങ്ങളെ കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത്.